ഞാൻ എൻ്റെ വീടിൻ്റെ പ്രമാണം പണയം വെച്ചിട്ടുണ്ട്, അഭിമാനം പണയം വെച്ചിട്ടില്ല ലാലേട്ട. റോക്കി പറഞ്ഞ ഡയലോഗാണിത്. സംഭവം ഐസ്ക്രീമിൻ്റെ വിഷയത്തിലാണ് ലാലേട്ടൻ തുടങ്ങിയതെങ്കിലും പിന്നീട് ഗബ്രി, ജാസ്മിൻ, റോക്കി വിഷയത്തിലേക്കാണ് അത് എത്തി നിന്നത്. ആ ബോൾ എറിയുന്ന പരിപാടിയും റോക്കി ചെന്ന് ഇടിച്ചതും ഒക്കെ അവിടെ സംസാര വിഷയമായി. ആ സമയത്ത് അവിടെ ജാസ്മിനെക്കുറിച്ചും ഗബ്രിയെക്കുറിച്ചും സംസാരിച്ചു. ലാലേട്ടൻ അവിടെ എന്താണ് നടന്നതെന്ന് വീഡിയോ സഹിതം കാണിക്കുകയും ചെയ്തു. ലാലേട്ടൻ അടിപൊളിയായിരുന്നു ബോസണ്ണ, പറയാതിരിക്കാൻ കഴിയില്ല. അവരവിടെ കൃത്യമായി പ്ലാൻ ചെയ്തത് എന്താണെന്ന് അവിടെ ബോസണ്ണൻ എടുത്ത് കാണിച്ചു കൊടുത്തു. അവരവിടെ പറയുന്നുണ്ട്, റോക്കിയെ എങ്ങനെയെങ്കിലും പണി കൊടുക്കണം, ഡയറക്റ്റായിട്ടല്ല, അവനെ എങ്ങനെയെങ്കിലും പണി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇടയിൽ കൂടിയുള്ള പണിയായിരുന്നു. അവരവിടെ ഇരുന്ന് ആക്ഷൻ കാണിച്ചതും എല്ലാം തന്നെ റോക്കിയെ പ്രൊവോക്ക് ചെയ്യാനാണെന്ന് അവർക്ക് സമ്മതിക്കേണ്ടി വന്നു. ലാലേട്ടൻ അത് എടുത്ത് കാണിക്കുകയും ചെയ്തു. അവിടെ റോക്കിക്ക് നല്ല ദേഷ്യം വന്നിട്ടുണ്ട്, എല്ലാവർക്കും മനസ്സിലായിട്ടുമുണ്ട്. അവിടെ ജാസ്മിനും ഗബ്രിയും കളിച്ച കളി എന്താണെന്ന് വീട്ടിലുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എന്തായാലും നമുക്ക് റോക്കിയെ ന്യായീകരിക്കാനൊന്നും കഴിയില്ല, പക്ഷേ അവിടെ ജാസ്മിനും ഗബ്രിയും കാണിച്ച തെണ്ടിത്തരം എന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലായി. ഇതൊരു ഗെയിമാണ്. ഗെയിമിൻ്റെ വശത്ത് നിന്ന് നോക്കുമ്പോൾ ജാസ്മിനെയും നമുക്ക് ഈ പറയുന്ന ഗബ്രിയെയും തെറ്റു പറയാനും കഴിയില്ല. ഒരാളെ പ്രൊവോക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഈ ഗെയിം. പക്ഷേ അവരവിടെ നേരിട്ട് പ്രൊവോക്ക് ചെയ്യാതെ അവർ കാണിച്ച ആ ഒരു കള്ളത്തരം ഉണ്ടല്ലോ, അതാണ് ഇന്ന് ലാലേട്ടൻ എടുത്ത് കാണിച്ചുകൊണ്ട് അവരുടെ പൊയ്മുഖം കളഞ്ഞ പോലെ ആയിപ്പോയി. അവരവിടെ ലാലേട്ടൻ്റെ അടുത്ത് പലതും പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ നോക്കിയപ്പോഴാണ് ലാലേട്ടൻ അത് നിങ്ങൾക്ക് കാണണോ എന്ന് ചോദിച്ചത്. അത് കാണിച്ചതോടുകൂടി എല്ലാം പോയി എന്ന് പറഞ്ഞാൽ എല്ലാം പോയി. പിന്നെ അവിടെ പറയുന്നുണ്ടായിരുന്നു, ബോൾ എറിഞ്ഞ വിഷയം പറയുന്നുണ്ടായിരുന്നു. എൻ്റെ സ്ഥാനത്ത് ബോൾ എറിഞ്ഞു എന്ന് പറഞ്ഞ സമയത്ത് നമ്മുടെ റോക്കി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, അടിപൊളിയാണ്. അങ്ങനെ ഉന്നം വെച്ചിട്ട് ഈ റബ്ബർ പോലത്തെ ബോൾ എറിയാൻ കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ എന്നേ ഒളിമ്പിക്സിന് പോയേനെ ലാലേട്ട എന്ന് പറയുന്നുണ്ട് നമ്മുടെ റോക്കിയുടെ ഡയലോഗുകൾ അടിപൊളി തന്നെയായിരുന്നു. എന്തായാലും അവർ അറിയാതെ തന്നെ അവർ പണി കൊടുക്കാൻ റോക്കിക്ക് തീരുമാനിച്ചു എന്നുണ്ടെങ്കിൽ എന്തായാലും ലാലേട്ടനും ബിഗ് ബോസ് ടീമും അറിഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ ജാസ്മിനും ഗബ്രിക്കും പണി കൊടുത്തു.